നമസ്കാരം, ഞാൻ ഗോപിക. സ്പൈസി റെസിപ്പീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ മലേഷ്യൻ ഫ്രൈഡ് റൈസ് ആയ നാസി ഗോറങ് പട്ടായയാണ്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേവിച്ച് വെച്ച അരിയാണ് വേണ്ടത്. ഇതിൻ്റെ യഥാർത്ഥ റെസിപ്പിയിൽ ജാസ്മിൻ റൈസാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായി ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. സാധാരണ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അരി ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 80% കുക്ക് ചെയ്തിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തണുപ്പിച്ചെടുത്ത അരിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനിവിടെ പച്ചക്കറി കൂടാതെ ചെമ്മീനൂടെ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആദ്യം ഈ ചെമ്മീൻ ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ഉപ്പ് പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു കടായിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെമ്മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു കളറ് മാത്രം മാറിയാൽ മതി. അപ്പോൾ നമുക്ക് പച്ചക്കറിയുടെ കൂട്ടിട്ട് വേവിക്കുമ്പോൾ ഒന്നുകൂടെ വെന്ത് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ മീൻ വറുത്ത കടായിൽ തന്നെയാണ് ബാക്കി ഫ്രൈഡ് റൈസും ഉണ്ടാക്കുന്നത്. ആ കടായിലോട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 4 അല്ലി വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. പക്ഷെ അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിലേക്ക് നമുക്കിനി ഒരു 5 അല്ലി ചുവന്നുള്ളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അല്ലാതെ ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും പിന്നെ കുറച്ച് സ്വീറ്റ് കോണുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ബീൻസ് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് സാധാരണ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ട് ഇച്ചിരി കടിക്കുന്ന രീതിയിലല്ല വേണ്ടുന്നത്. ഇത് അത്യാവശ്യം ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുകൊണ്ട് കുറച്ചേറെ നേരം ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ചോറ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുമല്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് സോസസ് ചേർത്ത് കൊടുക്കും. അതിൻ്റെ അകത്ത് സോയാ സോസിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപ്പുള്ള സോയാ സോസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഞാൻ ചെമ്മീനൂടെ വറുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീനും പച്ചക്കറിയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പച്ചക്കറിയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി ഒരു 1/4 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട്. വിനെഗർ ഓപ്ഷണലാണ്, ഒരിക്കലും അത് കൂടി പോകാൻ പാടില്ല. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിട്ട് തന്നെ വേണം ചെയ്യാൻ, പക്ഷെ അതിന് കരിഞ്ഞു പോകാതിരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലിപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് 250 ml കപ്പിലുള്ള 2 കപ്പ് അരിയാണ് ചേർക്കുന്നത്. ഇതിന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോസസ് വേണം ഇനി ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി അരിയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എനിക്ക് മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ കെച്ചപ്പ് വേണമെന്ന് തോന്നി, ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറിലായിരിക്കും നമ്മുടെ റൈസ് മൊത്തത്തിൽ മിക്സ് ആയിട്ട് വരുമ്പോൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഒരു ഓംലെറ്റിൻ്റെ അകത്ത് പൊതിഞ്ഞാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഓംലെറ്റ് നമുക്കിനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു തവയിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. തവ ഒരു മീഡിയം ഹീറ്റ് ആകുമ്പോൾ നമുക്ക് ഈ അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നമുക്ക് മാക്സിമം തിന്നായിട്ടും നല്ല വലിപ്പത്തിലും വേണം ഇത് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാൻ. ഇത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇല്ലെങ്കിൽ മുട്ടയുടെ അടിവശം കരിഞ്ഞു പോകും. നമ്മളിത് 2 സൈഡും തിരിച്ചിടുന്നൊന്നുമില്ല. അത് കാരണം നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ ഇരുന്ന് തന്നെ വേണം നമ്മളുടെ ഈ മേൽഭാഗവും ഒന്ന് വെന്ത് വരാൻ. ഒരു 90% കുക്കായാൽ മതി. മൊത്തത്തിൽ നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മോൾഭാഗമൊക്കെ വെന്ത് വന്നു. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് വെക്കാനുള്ള റൈസിൻ്റെ സ്റ്റഫിങ് നമുക്ക് എടുക്കണം. അതിനായിട്ട് നമുക്ക് ഇച്ചിരി കുഴിയുള്ളൊരു പാത്രത്തിൽ നമുക്ക് ഈ അരി പകർത്ത് വെക്കാം. നമ്മൾ ഓംലെറ്റിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മൾ പകർത്ത് വെക്കുന്ന പാത്രം എടുക്കാൻ. അത്യാവശ്യം കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഈ റൈസ് നമ്മുടെ ഓംലെറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിനി റൈസ് ഈ ഓംലെറ്റിൻ്റെ അകത്തൊന്ന് പൊതിഞ്ഞെടുക്കണം. അതിനായിട്ട് നമുക്ക് ഓരോ സൈഡും മടക്കി കൊടുക്കാം. ഇതേപോലെ സിമ്പിളായിട്ട് മടക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ നാസി ഗോറങ് പട്ടായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് കെച്ചപ്പ് മാത്രം മതി. ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ ഈ റൈസ് ഓംലെറ്റിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആ റൈസിനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.